മൊഡ്യൂൾ 2 ഇൻട്രൊഡക്ഷൻ ടു സ്റ്റാറ്റിസ്റ്റിക്സ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിച്ചത് ഒഫീഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ് സെക്കൻഡ് മൊഡ്യൂളിലും പഠിക്കാനുള്ളത്. സെക്കൻഡ് മൊഡ്യൂളിൽ ഫസ്റ്റ് ടോപ്പിക്ക് നാച്ചർ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. അതായത് നമുക്കറിയാം, നമ്മൾ പഠിച്ചു സ്റ്റാറ്റിസ്റ്റിക്സ് എന്താണ്. അതായത് ന്യൂമറിക്കലി റിപ്രസെൻ്റ് ചെയ്യാൻ പറ്റുന്ന ഡാറ്റേനെയാണ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയാം. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സിന് കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. അപ്പോൾ അതാണ് നമ്മൾ നോക്കുന്നത്. അതിൽ ഫസ്റ്റ് വണ്ണാണ് അഗ്രിഗേറ്റ് ഓഫ് ഫാക്ട്സ്. ഒരു സിംഗിൾ ഫിഗറിനെ ഒരിക്കലും നമുക്കൊരു സ്റ്റാറ്റിസ്റ്റിക്സ് ആയിട്ട് പറയാൻ പറ്റില്ല. അതിൽ അഗ്രിഗേറ്റ് ഫാക്ട്സ് ഉണ്ടെങ്കിൽ മാത്രമേ അത് സ്റ്റാറ്റിസ്റ്റിക്സ് ആവുള്ളൂ. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ വെച്ച് ഇലിസ്ട്രേറ്റ് ചെയ്യുകയാണെങ്കിൽ, ജിതുസ് ഫാദർ ഏൺ ₹5,000 പെർ മന്ത്. ജിതുവിൻ്റെ അച്ഛൻ ഒരു മാസം 5,000 രൂപയാണ് വരുമാനം. ഇതൊരു സിംഗിൾ ഫിഗറാണ്. ഇതിനെ നമുക്ക് ഒരിക്കലും സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ നമ്മൾ സപ്പോസ് ഒരു 5 ആൾക്കാരുടെ മന്ത്ലി ഇൻകം എടുക്കുകയാണ്. അപ്പോൾ 5 പേരുടെ മന്ത്ലി ഇൻകം വെച്ചിട്ട് നമുക്ക് അവരുടെ ഒരു ആവറേജ് മന്ത്ലി ഇൻകം കാണാൻ പറ്റും. അപ്പോൾ അതൊരു അഗ്രിഗേറ്റ് വാല്യൂ ആണ്. അപ്പോൾ അതിന് നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയാം. അപ്പോൾ അതാണ് അഗ്രിഗേറ്റ് ഓഫ് ഫാക്ട്സ്. പിന്നെ രണ്ടാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് അഫക്റ്റഡ് ടു എ മാർക്കഡ് എക്സ്റ്റെൻറ്റ് ബൈ മൾട്ടിപ്ലിസിറ്റി ഓഫ് കോസസ്. അതായത് ദ ഡാറ്റ മസ്റ്റ് ബി അഫക്റ്റഡ് ബൈ നമ്പർ ഓഫ് ഫാക്ടേഴ്സ്. അതായത് ഒരു ഡാറ്റയ്ക്ക് ഒരുപാട് ഫാക്ടേഴ്സ് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതിലിപ്പോൾ ഏതെങ്കിലും ഒരു ഫാക്ടർ കൊണ്ട് ഒരു ബാഡ് എഫക്റ്റ് ഉണ്ടെങ്കിൽ തന്നെ അത് കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് അതിൻ്റെ ഫേവറബിൾ എഫക്ട്സും ഉണ്ടാവും. അതാണ് സെക്കൻഡ് ക്യാരക്ടറിസ്റ്റിക്സിൽ പറയുന്നത്. അപ്പോൾ അതിനൊരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് പറയാം, എമൗണ്ട് ഓഫ് വീറ്റ് പ്രൊഡക്ഷൻ ഇൻ എ സെർട്ടൈൻ പീരീഡ്. അതായത് വീറ്റ് പ്രൊഡക്ഷൻ ഒരു സെർട്ടൈൻ പീരീഡ് ഓഫ് ടൈമിൽ വീറ്റ് പ്രൊഡക്ഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ടൈപ്പ് ഓഫ് സോയില്, ടെമ്പറേച്ചർ, അതേപോലെ റെയിൻഫാൾ, ഇതൊക്കെയാണ്. അതേപോലെ തന്നെ ഒരു ഗുഡ്സിൻ്റെ പ്രൈസ് അതിൻ്റെ സപ്ലൈ ഓഫ് മണീനെ മാത്രം എഫക്റ്റ് ചെയ്തിട്ടല്ല. അതിന് വേറെ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് പ്രൈസ് വേരിയേഷൻസ് ഉണ്ടാവാൻ വേണ്ടിയിട്ട്. അതായത് ഡിമാൻഡ് ഓഫ് ഗുഡ്സ് ആവാം, അല്ലെങ്കിൽ ഇമ്പോർട്ട് ഓഫ് ഗുഡ്സ് ആവാം, അതുപോലെ എക്സ്പോർട്ട് ഓഫ് ഗുഡ്സ് ആവാം, അല്ലെങ്കിൽ ഷോർട്ടേജ് ഓഫ് റോ മെറ്റീരിയൽസ് ആവാം. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൽ. അപ്പോൾ അതാണ് സെക്കൻഡ് ക്യാരക്ടറിസ്റ്റിക്സ്. പിന്നെ അടുത്തത് ന്യൂമറിക്കലി എക്സ്പ്രസ്ഡ് ആണ്. അതായത് നമുക്ക് നമ്പേഴ്സിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയാൻ പറ്റുള്ളൂ. അതായത് ചില കാര്യങ്ങളൊന്നും നമുക്ക് നമ്പറിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. അതായത് ഹോണസ്റ്റി, ഒരാളുടെ ഹോണസ്റ്റി, അല്ലെങ്കിൽ അയാളുടെ കളറ്, അയാളുടെ ക്യാരക്ടർ, ഇതൊന്നും നമുക്ക് ഒരിക്കലും ന്യൂമറിക്കലി എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതൊന്നും സ്റ്റാറ്റിസ്റ്റിക്സിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല. പിന്നെ അടുത്തത് നാലാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അതായത് എന്യൂമറേറ്റഡ് ഓർ എസ്റ്റിമേറ്റഡ് അക്കോർഡിംഗ് ടു എ റീസണബിൾ സ്റ്റാൻഡേർഡ് ഓഫ് ആക്യുറസി. അതായത് നമുക്ക് ന്യൂമറിക്കൽ ഡാറ്റേനെ 2 വേസിൽ എടുക്കാൻ പറ്റും, എന്യൂമറേഷനായിട്ടും അല്ലെങ്കിൽ എസ്റ്റിമേഷനായിട്ടും. എന്യൂമറേഷൻ എന്ന് വെച്ചാൽ ആക്ച്വൽ കൗണ്ടിങ് ഓഫ് ഹെഡ്സ് ആണ്. പക്ഷേ എസ്റ്റിമേഷൻ ഒരിക്കലും ആക്ച്വൽ കൗണ്ട് അല്ല. എസ്റ്റിമേഷനിലെ നമ്പേഴ്സ് എപ്പോഴും റീസണബിളും അല്ലെങ്കിൽ അതിലൊരു സ്റ്റാൻഡേർഡ് ഓഫ് ആക്യുറസിയും മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. നമുക്കൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു ക്ലാസ്സിൽ 40 സ്റ്റുഡൻസ് പ്രസൻ്റ് ആണ്. അത് നമുക്ക് എന്യൂമറേറ്റ് ചെയ്ത് പറയാം. അതായത് നമുക്ക് കൗണ്ട് ചെയ്ത് പറയാൻ പറ്റുന്ന നമ്പറാണ് 40 എന്നുള്ളത്. അപ്പം അതാണ് എന്യൂമറേഷൻ. അതേപോലെ തന്നെ നമുക്ക് പറയാം, ഒരു ക്രിക്കറ്റ് മാച്ച് 1,00,000 ആൾക്കാർ വാച്ച് ചെയ്തു എന്ന്. അത് പക്ഷേ ഒരു എസ്റ്റിമേഷനാണ്. അത് നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യാനേ പറ്റുള്ളൂ 1,00,000 ആൾക്കാർ അത് വാച്ച് ചെയ്തിട്ടുണ്ട് എന്ന്. അപ്പം അതാണ് എസ്റ്റിമേഷൻ.
പിന്നെ അഞ്ചാമത്തത് കളക്റ്റഡ് ഇൻ എ സിസ്റ്റമാറ്റിക് മാനർ. അതായത് നമുക്ക് അറിയാം എന്ത് കാര്യമാണെങ്കിലും ഒരു സിസ്റ്റമാറ്റിക് മാനറിൽ ചെയ്യുമ്പോൾ അത് കുറച്ചും കൂടി ഈസിയർ ആവും നമുക്ക്. അത് കാണുമ്പോഴും അല്ലെങ്കിൽ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനും എളുപ്പമായിരിക്കും. അപ്പോൾ അതേപോലെ സ്റ്റാറ്റിസ്റ്റിക്സിലും ഒരു സിസ്റ്റമാറ്റിക് മാനർ എപ്പോഴും കീപ്പ് ചെയ്യണം. അതായത് ഒരു ഡാറ്റ കളക്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ എങ്ങനെയാണ് കളക്ട് ചെയ്യുന്ന ഡാറ്റ എന്ന് പ്ലാൻ ചെയ്തിരിക്കണം. അതായത് മുൻകൂട്ടി നമ്മൾ പ്ലാൻ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് എങ്ങനെയാണ് ആ ഡാറ്റ കളക്ട് ചെയ്യാമെന്ന് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്കതിലുള്ള ഇറലവൻ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസൊക്കെ അവോയ്ഡ് ചെയ്യാം. നമുക്ക് ആവശ്യമുള്ള ഡാറ്റ മാത്രമേ അപ്പോൾ കിട്ടുള്ളൂ. അതാണ് അഞ്ചാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ്. പിന്നെ അടുത്തത് ആറാമത്തത് ഫോർ എ പ്രീ ഡിറ്റർമൈൻഡ് പർപ്പസ്. അപ്പോൾ നമുക്ക് ഒരു ഡാറ്റ കളക്ട് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു ഡിറ്റർമിനേഷൻ വേണം. എന്താണ് ഇതിൻ്റെ പർപ്പസ് എന്ന്, ഏതൊക്കെ ഡാറ്റയാണ് ഇതിന് ആവശ്യമെന്ന് നമ്മൾ മുന്നേ ഡിറ്റർമൈൻ ചെയ്ത് വെക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ആവശ്യമുള്ള ഇൻഫർമേഷൻ നമുക്ക് കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഒരുപാട് ഇൻഫർമേഷൻ കിട്ടും, പക്ഷെ നമുക്ക് ആവശ്യമുള്ള ഇൻഫർമേഷൻ ഒന്നും ഉണ്ടാവില്ല. അതാണ് സംഭവിക്കുക. അപ്പോൾ നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുന്നതിന് മുന്നേ എന്ത് ആവശ്യത്തിനാണ് നമ്മൾ ഈ ഡാറ്റ കളക്ട് ചെയ്യുന്നതെന്ന് കൂടെ ഒരു ഐഡിയ ഉണ്ടാക്കിയാൽ അത് കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. അതാണ് ആറാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ്. അടുത്തത് ഏഴാമത്തത് പ്ലേസ്ഡ് ഇൻ റിലേഷൻ ടു ഈച്ച് അതർ. അതായത് സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മൾ ജനറലി യൂസ് ചെയ്യുന്നത് കമ്പാരിസന് വേണ്ടിയിട്ടാണ്. അതായത് എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പെർട്ടിക്കുലർ ടൈമിലോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്ഥലത്ത് വെച്ച് നടക്കുന്നത് അല്ലെങ്കിൽ വേറെ എന്ത് ക്യാരക്ടർ ആയിക്കോട്ടെ അതിന് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കളക്ട് ചെയ്യുന്ന ഡാറ്റ അതിന് ഫിറ്റ് അല്ലെങ്കിൽ അതിന് ഇമ്പോർട്ടൻസ് അതിന് നഷ്ടപ്പെടും. അപ്പോൾ നമ്മൾ എന്തിനാണോ ഈ കമ്പാരിസൺ നടത്തുന്നതെന്ന് നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ എസെൻഷ്യൽ ആയിട്ടുള്ള ഫിഗേഴ്സ് മാത്രം ഉണ്ടായാൽ മാത്രമേ നമുക്കത് റിലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് കമ്പാരിസൺ നടക്കുകയുള്ളൂ. അപ്പോൾ അതാണ് ഏഴാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ്. ഇനി അടുത്തത് യൂസസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. നമുക്കറിയാം സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ ഒരുപാട് യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് സ്റ്റാറ്റിസ്റ്റിക്സ്. നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ ഒരുപാട് കാര്യത്തിന് ഡിപ്പെൻഡ് ചെയ്യുന്നത് സ്റ്റാറ്റിസ്റ്റിക്സ് തന്നെയാണ്. അപ്പോൾ അതിൽ കുറച്ച് യൂസസ് ആണ് ഇവിടെ പറയുന്നത്. അതിൽ ഫസ്റ്റ് വൺ പ്രഡിക്ഷൻസ് ആണ്. അതായത് പ്രഡിക്ഷൻ എന്ന് വെച്ചാൽ നമ്മൾ പ്രഡിക്റ്റ് ചെയ്യാം, മുൻകൂട്ടി നമ്മൾ പ്രഡിക്റ്റ് ചെയ്യില്ലേ ഫ്യൂച്ചറിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കാമെന്ന്. ഇപ്പോൾ നമ്മൾ ഡോക്ടേഴ്സ്, എൻജിനീയേഴ്സ്, ആർട്ടിസ്റ്റ് അങ്ങനെ എല്ലാവരും സ്റ്റാറ്റിസ്റ്റിക്സ് യൂസ് ചെയ്തിട്ടാണ് പ്രഡിക്ഷൻസ് നടത്തുന്നത്. ഇപ്പോൾ സപ്പോസ് നമ്മൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുകയാണ്, എന്തെങ്കിലും ഒരു അസുഖം വന്നിട്ട് നമ്മൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുമ്പോൾ ഡോക്ടർ നമ്മളെ ഡയഗ്നോസ് ചെയ്തിട്ട് നമ്മുടെ ഡിസീസ് ഇതാണെന്ന് പറയും. എന്നിട്ട് ഫ്യൂച്ചറിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ ചാൻസ് ഉണ്ടെന്ന് നമ്മൾ അറിയിക്കും. ഇതൊക്കെ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. അതായത് ചാൻസസ് ആണ്, അവർ പ്രെഡിക്റ്റ് ചെയ്യാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കാമെന്ന്. അതാണ് പ്രഡിക്ഷൻസിൽ വരുന്നത്. പിന്നെ അടുത്തത് വെതർ ഫോർകാസ്റ്റാണ്. ഇപ്പോൾ നമുക്കറിയാം നമ്മൾ വെതർ ഫോർകാസ്റ്റിംഗ് ഒക്കെ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ കമ്പ്യൂട്ടറിലാണ്. കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടാണ് വെതർ ഫോർകാസ്റ്റിംഗ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ചിട്ട് നമ്മൾ വെതർ ഫോർകാസ്റ്റിങ്ങിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ എന്തെങ്കിലും ഒരു നാച്ചുറൽ ഡിസാസ്റ്റർ ഉണ്ടാവുക, അതായത് ഫ്ലഡ്, അതൊക്കെ നടക്കുമ്പോൾ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ചിട്ടാണ് മുൻകൂട്ടി നമ്മൾ അറിയുന്നത്. ഇപ്പോൾ നമ്മളെ കേരളത്തിൽ തന്നെ ഒരുപാട് ഇഷ്യൂസും ഇൻസിഡൻസും ഉണ്ടായിട്ടുണ്ട്. ഫ്ലഡൊക്കെ ഉണ്ടായപ്പോൾ തന്നെ നമ്മൾ നേരത്തെ അറിഞ്ഞിരുന്നു ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാകുമെന്ന്. അപ്പോൾ അത്
വെതർ ഫോർകാസ്റ്റിംഗ് ആണ്. അപ്പോൾ അതിലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോൾ തന്നെ സ്റ്റാറ്റിക് ഉണ്ട്. പിന്നെ പൊളിറ്റിക്കൽ ക്യാമ്പയിൻ. സ്റ്റാറ്റിസ്റ്റിക്സ് ആർ ക്രൂഷ്യൽ ഇൻ പൊളിറ്റിക് ക്യാമ്പയിൻ. അതായത് പൊളിറ്റിക്കൽ ക്യാമ്പയിനിൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഒരു ക്രൂഷ്യൽ റോൾ തന്നെയാണ് ഉള്ളത്. സ്റ്റാറ്റ് ഇല്ലാതെ നമുക്കൊരിക്കലും ഒരു പൊളിറ്റിക്കൽ ക്യാമ്പയിൻ പെർഫെക്റ്റായിട്ട് നടത്താൻ പറ്റില്ല. നടത്താം, പക്ഷേ ഒരു പെർഫെക്റ്റായിട്ട് ഒരിക്കലും സ്റ്റാറ്റ് ഇല്ലാതെ നമുക്ക് നടത്താൻ പറ്റില്ല. അതായത് നമ്മുടെ പൊളിറ്റീഷ്യൻസിനൊക്കെ ഒരു ഐഡിയ കിട്ടുന്നത് അവർക്ക് എങ്ങനെ വിൻ ചെയ്യാം, അല്ലെങ്കിൽ ഒരു ഇലക്ഷനിൽ അവർക്ക് ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ അവർക്ക് ഇത്ര വോട്ട് കിട്ടും എന്നൊക്കെ അവർ കാൽക്കുലേറ്റ് ചെയ്യുന്നത് സ്റ്റാറ്റിസ്റ്റിക്സ് യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ യൂസിലാണ് പൊളിറ്റിക്സ് പോലും മുന്നോട്ട് പോകുന്നതെന്നാണ് പറയുന്നത്. പിന്നെ അടുത്തത് ഗവൺമെൻറ്റാണ്. നമ്മളെ ഗവൺമെൻറ് സെക്ടറിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് ഒരുപാട് ജഡ്ജ്മെൻറ്റ്സും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസിഷൻസും ഒക്കെ എടുക്കുന്നത് സ്റ്റാറ്റിസ്റ്റിക്സ് യൂസ് ചെയ്തിട്ടാണ്. അതായത് ഹെൽത്തിൻ്റെ സെക്ടറിലായാലും പോപ്പുലേഷനിലായാലും എഡ്യൂക്കേഷനിലായാലും അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഹെൽത്ത് സെക്ടറിലൊക്കെ നമ്മൾ ഇപ്പോൾ കടന്നു പോകുന്ന സിറ്റുവേഷനിൽ തന്നെ നമുക്കറിയാം, കൊറോണ കോവിഡ് കേസിൽ നമുക്ക് ഡെയിലി അപ് ടു ഡേറ്റ്സ് ആയിട്ട് കിട്ടുന്ന ഇൻഫോർമേഷൻ എല്ലാം സ്റ്റാറ്റിസ്റ്റിക്സ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ പോപ്പുലേഷൻ്റെ കാര്യത്തിലാണെങ്കിലും നമ്മളെ സെൻസസ് ഇതെല്ലാം ചെയ്യുന്നത് സ്റ്റാറ്റിസ്റ്റിക്സ് യൂസ് ചെയ്തിട്ടാണ്. നമുക്കിപ്പോൾ പോപ്പുലേഷൻ ഒരു വർഷം ഇത്ര ഡെത്ത് റേറ്റ് ഉണ്ട് എന്നൊക്കെ അറിയുന്നത് പോപ്പുലേഷനാണ്. പോപ്പുലേഷൻ വെച്ചിട്ട് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻക്ലൂഡ് ചെയ്യുമ്പോഴാണ് നമുക്കിതൊക്കെ അറിയാൻ പറ്റുന്നത്. പിന്നെ അടുത്തത് ഫിനാൻഷ്യൽ മാർക്കറ്റാണ്. ഫിനാൻഷ്യൽ മാർക്കറ്റിൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റാറ്റിസ്റ്റിക്സിനെ ബേസ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. അതായത് ഇപ്പോൾ സ്റ്റോക്ക് പ്രൈസിൻ്റെ വേരിയേഷനും ഒക്കെ അറിയാൻ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സാണ് യൂസ് ചെയ്യുന്നത്. അതായത് ഇൻവെസ്റ്ററിന് ഒരു ഡിസിഷൻ എടുക്കാൻ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ ഒരു ഡിസിഷൻ എടുക്കാൻ സഹായിക്കുന്നത് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. അപ്പോൾ ഫിനാൻഷ്യൽ മാർക്കറ്റിങ്ങിൽ ഒരു മേജർ റോൾ തന്നെ സ്റ്റാറ്റിസ്റ്റിക്സ് യൂസ് ചെയ്യുന്നുണ്ട്.